ഇന്നത്തെ നമ്മുടെ മെനു ചെമ്മീൻ അച്ചാറാണ്. അതിനായി 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ചെമ്മീൻ അച്ചാറിന് മീഡിയം ടൈപ്പ് ചെമ്മീനാണ് നന്നായിട്ടുള്ളത്. ഈ ചെമ്മീൻ അച്ചാറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു 10-20 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, ഒരു 5-6 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 കപ്പ് വിനിഗർ. ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമുണ്ട്. ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇതുകൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. 1 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ. പാകത്തിന് ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത ചെമ്മീനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏതാണ്ട് 1 അവർ ഇങ്ങനെ ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിനൊഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലിടുക. എണ്ണ ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഹാഫ് ഫ്രൈ മതി, കൂടുതൽ ഡ്രൈ ആയി പോകണ്ട. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടണം. ചെമ്മീൻ കിടക്കാൻ പാകത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. ഈ പാകത്തിന് ഫ്രൈ ചെയ്ത് എടുക്കുക. അധികം മൂത്ത് പോകരുത്. നമുക്ക് വറക്കാനെടുത്ത ആ കോക്കനട്ട് ഓയിൽ തന്നെ വറുത്തതിന് ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വീണ്ടും അച്ചാറിനത് ഉപയോഗിക്കും. ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. അതിൻ്റെ പിന്നാലെ കറിവേപ്പില ഇടുക, വെളുത്തുള്ളി ഇടുക, ഇഞ്ചി അരിഞ്ഞു വെച്ചതിടുക, പച്ചമുളക് ഇടുക. അല്പം ഒന്ന് വഴറ്റുക. നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കളറായിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി അതിൽ ചേർക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഒഴിച്ച് സ്റ്റൗ ഓണാക്കി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇടുക. തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. ഇപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുന്നുടനെ ഇത് ആ ചെമ്മീനിലേക്കെല്ലാം പിടിച്ച് അങ്ങനെ റോസ്റ്റ് പോലെ ആറിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി അതിൽ വിതറി ഇളക്കി വയ്ക്കുക. നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി ആവശ്യത്തിന് മതിയെങ്കിൽ 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചാൽ മതി. അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യുക.